ആധുനിക ഡിജിറ്റൽ യുഗത്തിലെ യുവജനങ്ങൾക്ക് പുതിയൊരു ആത്മീയ വെളിച്ചവുമായി ഇറ്റലിയിലെ മിലാൻ അതിരൂപത. ലോകപ്രശസ്തനായ യുവവിശുദ്ധൻ കാർലോ അക്വിറ്റീസിന്റെ അതേ നഗരമായ മിലാനിൽ നിന്നുള്ള 17-കാരൻ മാർക്കോ ഗല്ലോയുടെ വിശുദ്ധ പദവി നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. 2011 ഒരു വാഹനാപകടത്തിൽ ദാരുണമായി അന്തരിച്ച മാർക്കോയെ സഭ ദൈവദാസൻ പദവിയിലേക്ക് ഉയർത്തിയിരുന്നു. 1994 ഇറ്റലിയിലെ ചിയാവരിയിൽ ജനിച്ച മാർക്കോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കത്തോലിക്ക വിശ്വാസത്തോട് ആഴമായ പ്രതിബദ്ധത പുലർത്തിയിരുന്നു. കൗമാരപ്രായത്തിൽ സഭയിലെ കമ്മ്യൂണിയൻ ആൻഡ് ലിബറേഷൻ എന്ന പ്രസ്ഥാനത്തിൽ അദ്ദേഹം സജീവമായിരുന്നു. 2007 മിലാനിലെ ഡോൺ കോച്ചി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ മാർക്കോ തന്റെ സഹപാഠികൾക്കിടയിൽ വ്യത്യസ്തനായിരുന്നു. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്ന അദ്ദേഹം ഓരോ ക്ലാസും അവസാനിപ്പിച്ചിരുന്നത് ഹ്രസ്വമായ ഒരു വിശ്വാസ പഠനത്തിലൂടെയായിരുന്നു. വയോധികരെയും ഭിന്നശേഷിക്കാരെയും ശുശ്രൂഷിക്കുന്നതിനായി ഡോൺ ഓറിയോൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. സ്പോർട്സിനെയും മലകയറ്റത്തെയും മലനിരകളിലെ സാഹസിക യാത്രകളെയും ഒരുപോലെ സ്നേഹിച്ചിരുന്ന മാർക്കോ ക്രിസ്തീയ സന്തോഷം മുഖമുദ്രയാക്കിയ ഒരു സാധാരണ കൗമാരക്കാരനായിരുന്നു. 2011 നവംബറിലായിരുന്നു മാർക്കോയുടെ മരണം. സ്കൂളിലേക്ക് സൈക്കിൾ ഓടിച്ചു പോകുമ്പോൾ കാറിടിച്ച് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അദ്ദേഹം മരിക്കുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണത്തിന് തലേദിവസം രാത്രി സ്വന്തം കിടപ്പുമുറിയിലെ കുരിശിനു താഴെ മാർക്കോ എഴുതിവെച്ച വരികൾ ഏവരെയും അമ്പരപ്പിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 5-ാം വാക്യമായിരുന്നു അത്. ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിനെന്ന തിരുവചനമാണ് അവൻ എഴുതിവെച്ചത്. തന്റെ മരണം മുൻകൂട്ടി കണ്ടതുപോലെയുള്ള ഒരു കുറിപ്പ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വലിയൊരു ആത്മീയ ആശ്വാസമായി മാറി. അദ്ദേഹം മരിച്ചവരുടെ ലോകത്തല്ല, മറിച്ച് ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന ഉറപ്പാണ് ആ വരികൾ നൽകിയത്. മിലാൻ അതിരൂപത ഇപ്പോൾ മാർക്കോയുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക ഗവേഷണത്തിലാണ്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ വീരോചിതമായ പുണ്യങ്ങൾ പുലർത്തിയിരുന്നോ എന്നാണ് പ്രാഥമികമായി പരിശോധിക്കുന്നത്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. മാർക്കോയുടെ കത്തുകളും ഡയറി കുറിപ്പുകളും മറ്റ് രചനകളും ദൈവശാസ്ത്രപരമായി വിശകലനം ചെയ്യും. ഈ ഘട്ടം പൂർത്തിയായാൽ റിപ്പോർട്ട് വത്തിക്കാന് കൈമാറും. തുടർന്ന് മാർപ്പാപ്പ അദ്ദേഹത്തെ ധന്യം പദവിയിലേക്ക് ഉയർത്തുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കും. കാർലോ അക്വിറ്റീസിനെ പോലെ ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന മറ്റൊരു മിലേനിയൻ യുവത്വം കൂടി വിശുദ്ധിയുടെ പടവുകൾ കയറുന്നത് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ യുവജനങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത്.